ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ ഹൗസ് ബോട്ടിൽ കയറണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നത്. ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയത്. നമ്മുടെ ബോട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ല വെയിലത്താണ് കയറുന്നത്. നല്ല വെയിലായിരുന്നു, നല്ല ചൂടുമൊക്കെ ആയിരുന്നു. ഇത് ബോട്ടിൻ്റെ ഉൾഭാഗമാണ്. ഇത് നമ്മൾ പോയത് നമ്മുടെ അടുത്തുള്ള അംഗനവാടിയിൽ നിന്ന് വയോജന ക്ലബ്ബിൽ നിന്നാണ് പോയത്. അംഗനവാടിയിലെ മെമ്പേഴ്സാണ് വയോജനങ്ങൾ. അവരെ കൂടെയാണ് നമ്മൾ ടൂർ പോയത് കേട്ടോ. ഹൗസ് ബോട്ട് ആയതുകൊണ്ടാണ് നമ്മൾ പോയത്. പക്ഷേ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ജോളിയായിരുന്നു. കാരണം നമ്മൾ വയോജനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അവർ പാട്ടൊന്നും ഇഷ്ടമില്ല, ഡാൻസൊന്നും ഇഷ്ടമില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുന്നവരായിരിക്കുന്നു. അങ്ങനെയല്ല കേട്ടോ. അവർ ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ അന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. പാട്ടൊക്കെ വയ്ക്കുമ്പോൾ നമ്മളെക്കാളും കൂടുതൽ ഇൻട്രസ്റ്റും ഡാൻസ് കളിക്കാനുള്ളതൊക്കെ അവർക്കായിരുന്നു. പാട്ട് വയ്ക്കാണ്ട് ബസ്സുകാരെ മുറിച്ചെടുക്കായിരുന്നു. പാട്ട് വയ്ക്കും കേട്ടോ. അത്രയ്ക്ക് സൂപ്പറായിരുന്നു. അതിന് നമ്മൾ ബോട്ടിൻ്റെ ഉള്ളിൽ കയറി കിച്ചണൊക്കെ കണ്ടിട്ടോ. നല്ല അടിപൊളി കിച്ചണാണ് അവരുടെ. ഈ ബോട്ടിൽ 2 റൂമാണുള്ളത്. ആ റൂം സൗകര്യമായിരുന്നു. കാരണം ഐശുവിന് പാലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല സൗകര്യമായിരുന്നു. ചെന്നപ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. ടാങ്ക് കലക്കിയതായിരുന്നു കേട്ടോ. അത് കുടിച്ചു. പിന്നെ അവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. നമുക്ക് ഉച്ചത്തെ ഫുഡ് മാത്രമാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. രാവിലത്തെ ഫുഡും വൈകിട്ടത്തെ ഫുഡും നമ്മൾ പുറത്തുനിന്നാണ് കഴിച്ചത്. ചായയും ഉണ്ടായിരുന്നു, വൈകിട്ടത്തെ ചായ ഉണ്ടായിരുന്നു. അങ്ങനെ ബോട്ട് എടുത്തത് പതുക്കെ ആയതുകൊണ്ട് ഞാൻ ഇത്തിരി സ്പീഡായിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അതേ കുഞ്ഞ് വെള്ളത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. ആ ഗ്ലാസ് തുറന്നിട്ട് കുഞ്ഞാനോട് എത്താൻ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അതിൻ്റെ അടുത്തൊക്കെ നിറച്ച് ബോട്ടുകളാണ്, കംപ്ലീറ്റ് ബോട്ടുകളാണ്. അപ്പോൾ ഓരോ ബോട്ട് ബുക്ക് ചെയ്യുമ്പോഴായിരിക്കണം അതൊക്കെ അടുത്തേക്ക് വരുന്നത്. അവിടെ ഈ ടൂറിസ്റ്റുകൾക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങളെന്ന് തോന്നുന്നു, ആ വീടുകളൊക്കെ എനിക്കറിയില്ല. പിന്നെ ഞങ്ങളുടെ ബോട്ടിൽ പാട്ടുകളും ഡാൻസും ഗെയിമുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബിസ്ക്കറ്റ് ഇങ്ങനെ നെറ്റിയിൽ വെച്ചിട്ട് കൈയൊന്നും ഉപയോഗിക്കാണ്ട് വായിലേക്ക് വയ്ക്കണം മത്സരം, അങ്ങനെ. പിന്നെ സിനിമാ പാട്ട്, അന്താക്ഷരി കളിക്കില്ല, അങ്ങനെ ഇഷ്ടം പോലെ ഗെയിമുകളുണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ പുറത്തെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. എന്ത് രസം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാണ് കേട്ടോ. ഈ വീടും ആ ഫുള്ള് പച്ചപ്പും മരങ്ങളായിട്ടുള്ള ഈ ഒരു പ്ലേസ് എനിക്കതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് കമൻറ്റ് ആരും അയക്കുന്നില്ല. എന്ത് നിങ്ങൾ കമൻറ്റ് അയക്കാത്ത? എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് അയച്ചോളട്ടെ. തെറി വിളിക്കരുത്. ബാക്കി എന്ത് വേണമെങ്കിലും കമൻറ്റ് അയച്ചോളൂ കേട്ടോ. നിങ്ങൾ കുട്ടനാട് ഇങ്ങനെ ആലപ്പുഴ ഹൗസ് ബോട്ടിൽ പോയിട്ടുണ്ടെന്നുള്ളൊരു എക്സ്പീരിയൻസ് അങ്ങനെ എന്താണെന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ആയിട്ട് അയച്ചോളൂ. എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ വിമർശനങ്ങളായാലും അല്ലെങ്കിൽ നല്ലതായാലും കമൻറ്റായിട്ട് അയയ്ക്കുക. നമ്മുടെ ചാനലിൽ ഈ വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഐശു കണ്ടില്ലേ, അമ്മമ്മമാരുടെ അടുത്ത് കത്തി വയ്ക്കാൻ പോയൊക്കെ ആയിരുന്നു അവൾ. ഈ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, റയ്യൂൻ്റെ അവൻ ബോട്ട് ഓടിക്കുന്ന വീഡിയോ. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ബോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവർ പറയുന്നത് കുറേ നേരമായി അവൻ ഓടിക്കണമെന്ന് പറയണത്. ഞങ്ങൾ മുകളിലായിരുന്നു, താഴത്തേക്ക് ഐശുവിനെ കൊണ്ട് വന്നില്ല. കുഞ്ഞേ മുകളിലായിരുന്നു. പിന്നെ അവിടെ നിന്ന് വരുന്ന സമയത്ത് നമ്മൾ ബീച്ചിൽ കയറിയായിരുന്നു. ആലപ്പുഴ ബീച്ചിൽ കയറി സൺസെറ്റ് ഫുള്ളും കാണാൻ പറ്റിയില്ല കേട്ടോ. അതിന് മുമ്പ് നമ്മളോട് വരണമെന്ന് പറഞ്ഞവർ. അങ്ങനെ സൺസെറ്റൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.